നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ നോമിനേഷൻ വഴി ജയിൽ ശിക്ഷ കിട്ടിയ മത്സരാർത്ഥികളിൽ ഒരാൾ ജാസ്മിൻ ആയിരുന്നു. ഒപ്പം നോറയും ഉണ്ടായിരുന്നു. ജയിലിൽ കിടന്നും ജിൻഡോയും ജാസ്മിനും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടി. ബാത്റൂമിലടക്കം ജാസ്മിൻ ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുന്ന വിഷയം ജിൻഡോ എടുത്തിട്ടതോടെ ഹൗസിൽ ജാസ്മിന്റെ ഏറ്റവും വലിയ ശത്രു ജിൻഡോ ആയി മാറി. ഇപ്പോഴിതാ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ജാസ്മിനും നോറയ്ക്കും ജിൻഡോ ഭക്ഷണം നൽകാനായി ചെന്നപ്പോൾ ജാസ്മിൻ പ്രൊവക്കേഷന്റെ ഭാഗമായി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത്. ഹൗസ് ക്യാപ്റ്റൻ ജിൻഡോ ആയതുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങളും ഭക്ഷണവും എല്ലാം നൽകുന്നത് ജിൻഡോയാണ്. അത്തരത്തിൽ രാത്രി കഴിക്കാനുള്ള ഭക്ഷണവുമായി എത്തി ജിൻഡോ ജയിലഴി തുറന്ന് ഭക്ഷണം അകത്തേക്ക് വെച്ചു. അതിനിടയിൽ ജാസ്മിൻ വന്ന അഴിയുടെ പുറത്തു നിന്ന ഗബ്രിയെ കെട്ടിപ്പിടിച്ചു. അതിനിടയിൽ ജിൻഡോയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് ജാസ്മിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ജിൻഡോയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം ജാസ്മിൻ ആരംഭിച്ചു. നടുക്ക് കയറി നിന്നിട്ടും കാര്യമില്ലാതായി പോയല്ലോ അളിയ എന്ന് ജിൻഡോയെ പരിഹസിച്ച് ജാസ്മിൻ പറഞ്ഞു. ഇതോടെ പ്രകോപിതനായ ജിൻഡോ ജാസ്മിനോട് തർക്കിക്കാൻ തുടങ്ങി. നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നതിനിടയിൽ ഞാൻ കയറി നിന്നുവെന്ന് പറഞ്ഞ് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ജിൻഡോ ജാസ്മിനോട് ആദ്യം ചോദിച്ചത്. അഴി തുറന്നപ്പോൾ ഗബ്രി എന്തിനാണ് ജയിലിൽ ഉള്ളിലേക്ക് കയറിയതെന്നും ജിൻഡോ ചോദിച്ചതോടെ ജാസ്മിന് മറുപടി ഇല്ലാതായി. മാത്രമല്ല ജിൻഡോയെ വീണ്ടും പ്രകോപിപ്പിക്കുന്നതിനായി ഗബ്രിയെ അഴിക്കുള്ളിലൂടെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അതേസമയം ഗബ്രിയുമായുള്ള തന്റെ റിലേഷൻഷിപ്പ് എന്ത് തരത്തിലുള്ളതാണെന്ന് പ്രേക്ഷകർക്കോ ഹൗസിലെ മറ്റംഗങ്ങൾക്കോ മനസ്സിലാക്കി കൊടുക്കാൻ ഇതുവരെയും ജാസ്മിന് സാധിച്ചിട്ടില്ല. തങ്ങൾക്ക് തന്നെ ക്ലാരിറ്റി ഇല്ലെന്നാണ് നോറയുമായി സംസാരിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.